വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. പാകിസ്ഥാന്റെ ഭീകരതയുടെ തെളിവുകൾ UN-ന് കൈമാറുമെന്ന് ഭാരതം അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിക്ക് തെളിവുകൾ കൈമാറും. ഇതിനായി ഒരു സംഘത്തെ അയക്കുമെന്നും ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നു. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഭാരതം ആവശ്യപ്പെടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഐസൻ ജോസ് ചേരുന്നു വാർ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം IMF ഫണ്ടിംഗ് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സമീപിക്കുമ്പോൾ ഭാരതം കൃത്യമായി പറഞ്ഞിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ച് ഭീകരത പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫണ്ടിംഗ് അനുവദിക്കരുത് എന്ന് ഭാരതം പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ IMF ഈ പാകിസ്ഥാന്റെ ആവശ്യം തള്ളുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ UN-ന് ഭാരതം പാകിസ്ഥാന്റെ കൂടുതൽ ഭീകരതയുടെ തെളിവുകൾ കൈമാറുന്നത്. കൂടുതൽ പ്രതിരോധത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. ആയുധം താഴെ വയ്ക്കാതെ വേറൊരു മാർഗവും ഇല്ല എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണല്ലോ. തീർച്ചയായും ഇത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ കൃത്യമായ ഒരു നീക്കമാണ് ഭാരതം നടത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രത്യാക്രമണം ആരംഭിച്ച ദിവസം തന്നെ, അതല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ആ ദിവസം തന്നെ UN-ലെ അംഗരാജ്യങ്ങളെ മുഴുവൻ കൃത്യമായി ഭാരതം ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം നടത്തിയിരുന്നു. അതിന് അനുബന്ധമായ തെളിവുകളാണ് ഇപ്പോൾ ഭാരതം കൈമാറുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെ, അത് പല രീതിയിൽ ആർജിച്ച തെളിവുകളുണ്ട്. അത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് തെളിവുകൾ, അതായത് ഈ ഭീകരാക്രമണം, പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ നടത്തുമ്പോൾ അതിന് പിന്നിൽ പാകിസ്ഥാൻ ഇടപെട്ടതിന്റെ തെളിവുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകളും അതുപോലെ അനുബന്ധമായ സംവിധാനങ്ങളുമുള്ള തെളിവുകൾ കൈമാറുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സംഘത്തെ അയക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രത്യേക സംഘത്തെ അയക്കുമ്പോൾ, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ UN ചാർട്ടർ പ്രകാരം 1267 ചാർട്ടർ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് ശക്തമായ നീക്കം UN നടത്തിയിരുന്നു. അതേ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനത്തെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള ഭാരതത്തിന്റെ നീക്കം നടക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാമായിരുന്നു, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെയും എല്ലാം തന്നെ ഇടപെടൽ ആവശ്യമുണ്ട്. ഇത്തരത്തിലൊരു തുക, അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന തുക, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ നൽകുന്ന തുക ഭീകരതയ്ക്കായി വകമാറ്റുന്നു, ഭീകരതയ്ക്കായി ദുരുപയോഗം ചെയ്യുന്നു എന്ന കൃത്യമായ പരാതി ഭാരതം അതത് വേദികളിൽ ഉന്നയിച്ചിരുന്നു. ഈ അടുത്ത ദിവസം നടന്ന IMF ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഭാരതം ഈ അതായത് ഈ IMF പാകിസ്ഥാന് നൽകാനിരിക്കുന്ന തുക നൽകുന്നത് സംബന്ധിച്ച പ്രമേയത്തിന് എതിർത്ത് പ്രമേയം പാസാക്കുന്നത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പിൽ വിട്ടുനിൽക്കുകയും ഭാരതം ചെയ്തിരുന്നു. അതിശക്തമായ എതിർപ്പും ഭാരതം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു നീക്കം ഭാരതം നടത്തിയതിന് പിന്നാലെയാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇത്തരത്തിലൊരു നീക്കത്തിന് ഭാരതം മുതിരുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ നീക്കത്തിന്റെ അടിസ്ഥാനം തന്നെ ഉദ്ദേശിക്കുന്നത് ഭീകരതയ്ക്ക് ഫണ്ടിംഗ് നൽകുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ തുടർന്ന് ആ രാജ്യത്തിന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ഒരു നീക്കമാണ്. പല രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഭീകരതയെ തടയുന്നതിനുള്ള നയതന്ത്ര തലത്തിലെ രണ്ടാം ഘട്ട നീക്കങ്ങളുടെ ഏറ്റവും പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് തെളിവുകൾ UN സെക്യൂരിറ്റി കൗൺസിലിനെ കൈമാറാനുള്ള ഒരു നീക്കം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങളെ ഓരോരുത്തരെയും ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നു എന്തുകൊണ്ട് ഈ ആക്രമണമെന്ന്. ഭീകരതയ്ക്കെതിരായ ഒരു നീക്കമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന കൃത്യമായ വിവരങ്ങൾ UN സെക്യൂരിറ്റി കൗൺസിലിന് നൽകാൻ ഭാരതം പ്രത്യേക സംവിധാനത്തെ ഒരുക്കുന്നതും ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിക്കുന്നതും. തീർച്ചയായും പാകിസ്ഥാൻ നടത്തുന്ന ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന നീക്കങ്ങളെ ഇനിയും വെച്ചു പൊറുപ്പിക്കാനാവില്ല. ഇത് എല്ലാ അർത്ഥത്തിലും, അതായത് സൈനിക തലത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളുടെ തലത്തിലും UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തലത്തിലും എല്ലാം തന്നെ ശക്തമായി എതിർക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഭാരതം നടത്തുന്നത്. തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുമ്പോൾ, UN സെക്യൂരിറ്റി കൗൺസിലിൽ വരാനിരിക്കുന്ന ചർച്ചകളിൽ ഈ സംഭവം അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഏത് രാജ്യങ്ങളൊക്കെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിലെ ഒരു ഭീകരവിരുദ്ധ ചേരിയെ കൃത്യമായി നിർണയിക്കുന്നത് കൂടിയായിരിക്കും ഈ ഭാരതത്തിന്റെ നീക്കമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ഭാരതത്തോട് കൂടെ നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന് സ്വീകാര്യത ഏറുകയാണ്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭീകര
ഭീകരതയ്ക്കെതിരെ ഭാരതം നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഭാരതത്തിന്റെ ആവശ്യം കൂടുതലായി പരിഗണിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ രീതിയിലും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുകയാണ് ഭാരതം എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം നമുക്കറിയാം ഭാരതം വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ സ്വന്തം പൗരന്മാരെ തൊട്ടാൽ ഒരിക്കലും നോക്കി നിൽക്കില്ല ഭാരതം എന്നതിന് ഏറ്റവും പുതിയ തെളിവ് കൂടിയാണല്ലോ ഇത്. തീർച്ചയായും ദേവിക, ഈ നീക്കം അത് വളരെ കൃത്യമായ ഒരു നീക്കം ഭാരതം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അത് അപകീർത്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരാംഗങ്ങളുടെ വീറ്റോ പവർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഇത്തരം പ്രമേയങ്ങളെ എതിർക്കാനുള്ള ഒരു നീക്കങ്ങൾ കൃത്യമായി നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന ചൈനയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കം നടക്കും എന്ന ഒരു ആശങ്ക നിലനിന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ചൈന പാകിസ്ഥാൻ അനുകൂലമായ ചില നിലപാടുകൾ പെഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം വന്ന UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷനിലെല്ലാം തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ 2 ദിവസം മുമ്പ് ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൈനയുടെ കൃത്യമായ നിലപാട്, ഭീകരതയ്ക്കെതിരാണ് ചൈന എന്ന് കൃത്യമായ നിലപാട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ വാങ് യി ഭാരതത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ഫോണിൽ സംസാരിച്ച് കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ചൈന ഭീകര വിരുദ്ധ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നതിനുള്ള സാധ്യത UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രമേയത്തെ സ്വാഭാവികമായും UN സുരക്ഷാ കൗൺസിലിൽ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നടപടിക്രമങ്ങളെല്ലാം തന്നെ. ഇത് തന്നെയായാലും വീറ്റോ പവറുള്ള രാജ്യങ്ങൾ, അതായത് 5 സ്ഥിരാംഗങ്ങളായ വീറ്റോ പവറുള്ള രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീകരതയ്ക്കെതിരായ നീക്കങ്ങളിൽ അനുകൂല നിലപാടാണ് ഭാരതത്തോടുള്ളത്. മാത്രമല്ല പാകിസ്ഥാൻ ഭീകരതയെ അനുകൂലിക്കുന്നതിനെ ശക്തമായി ആ രാജ്യങ്ങൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ചൈന പോലും കൃത്യമായ എതിർപ്പ് അറിയിക്കുകയും ആ എതിർപ്പ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി നേരിട്ട് വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. അത് ഒരു പ്രസ്താവനയായി തന്നെ വിദേശകാര്യ മന്ത്രാലയം അതിന്റെ റീഡ് ഔട്ട് നോട്ടുകളായി തന്നെ കൃത്യമായി പുറത്തേക്ക് വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തിന്റെ ലക്ഷ്യം കാണുന്നു എന്നതിനെ ഏറ്റവും മികച്ച തെളിവാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായ നടപടി. അതുകൊണ്ട് തന്നെ ആ നടപടികളെല്ലാം തന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ശാക്തീകരിക്കുന്നതിന് ഭാരതത്തിന് ആത്മവിശ്വാസമേകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും ഭാരതത്തിലെ പൗരന്മാരെ ഇത്തരത്തിൽ ഭീകരതയുടെ പേരിൽ തൊടാൻ വന്നാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ഭാരതത്തിന്റെ സന്ദേശം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും സൈനിക തലത്തിലും, അതായത് 1ാം ഘട്ടം എന്ന് പറയുന്നത് ഭാരതം പാകിസ്ഥാനുമായി ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്ന സിന്ധു നദീജല കരാറിലെ റദ്ദാക്കുക, അതുപോലുള്ള നീക്കങ്ങൾ ശക്തമായി നടത്തുക, എൻവോയ്സിനെ, അതായത് നയതന്ത്ര മന്ത്രാലയങ്ങളിൽ നയതന്ത്ര സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ആദ്യഘട്ടമായി നടക്കുന്നു. പിന്നീട് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതായത് ഭീകരതയ്ക്ക് ഫണ്ടിംഗ് നൽകുന്ന രാജ്യങ്ങളെ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രേ ലിസ്റ്റിലേക്ക് വീണ്ടും പാകിസ്ഥാനെ മാറ്റണമെന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് തന്നെ വിക്രം മിസ്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞത്, ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് നൽകി. ആ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാൻ ഒഴിവാക്കപ്പെട്ടത്. വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ IMFന്റെ ഫണ്ട് സംബന്ധിച്ചുള്ള വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിന്റെ ഭാഗമായി ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും ഫണ്ട് നൽകുന്നതിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പണം നൽകി IMF പാകിസ്ഥാനെ എങ്കിൽ കൂടി ഭാരതത്തിന്റെ നിലപാട് നോട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ടു എന്ന ഒരു നേട്ടവും ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ UN സെക്യൂരിറ്റി കൗൺസിലിൽ കൃത്യമായി UN സെക്യൂരിറ്റി കൗൺസിലിന്റെ തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഭാരതം ഓരോ ഘട്ടത്തിലും നയതന്ത്ര തലത്തിൽ വൻ വിജയം നേടുന്ന നീക്കമാണ് നടത്തിയത്. അതിനു പുറമെയാണ് സൈനിക നീക്കം, ശക്തമായ സൈനിക നീക്കം നടത്തുകയും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടെത്തിക്കുകയും നിവൃത്തിയില്ലാതെ പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്